അഹമ്മദാബാദിൽ അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വിശദമായ അന്വേഷണത്തിന് DGCAയും എയർ ഇന്ത്യയും. പ്രധാന വാർത്തകൾ നോക്കാം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം പക്ഷിയിടിച്ചതല്ല. വിമാനത്തിന് അമിത ഭാരവും ഉണ്ടായിരുന്നില്ല. DGCAയുടെ പ്രാഥമിക റിപ്പോർട്ട് ന്യൂസ് 18. അട്ടിമറി സാധ്യതയില്ലെന്നും കണ്ടെത്തൽ. ദുരന്തത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. പരിശോധനയിൽ നിർണായക വിവരങ്ങൾ കിട്ടിയേക്കും. ദുരന്തം നേരിട്ട് വിലയിരുത്തി പ്രധാനമന്ത്രി പരിക്കേറ്റവരെ സന്ദർശിച്ചു. മരണം 266. രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപ പോസ്റ്റിട്ട് ഡെപ്യൂട്ടി തഹസിൽദാരുടെ പണി പോയേക്കും. പിരിച്ചുവിടണമെന്ന കളക്ടറുടെ ശുപാർശ. ജാമ്യമില്ലാ വകുപ്പിട്ട് പവിത്രനെ അറസ്റ്റ് ചെയ്തു. സർവീസിൽ നിന്ന് സസ്പെൻഷൻ. ഇടുക്കി പീരുമേട്ടിൽ കാട്ടാന ആക്രമണം. ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ആക്രമണം വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ. വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ സൈനിക മേധാവിയെ അടക്കം കൊന്നു. ആണവ കേന്ദ്രങ്ങൾ തകർത്തു. തിരിച്ചടിച്ച് ഇറാനും. ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. PV അൻവറിനെ വീണ്ടും വഞ്ചകനെന്ന് വിളിച്ചു മുഖ്യമന്ത്രി നിലമ്പൂരിൽ. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ലീഗിന് രൂക്ഷ വിമർശനം. CPM പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് തിരിച്ചടിച്ച VD സതീശൻ. നിലമ്പൂരിൽ പ്രചാരണ യുദ്ധം കൊഴുക്കുന്നു. കുതിച്ചുയർന്ന അസംസ്കൃത എണ്ണവില. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 12% ഉയർന്നു. സ്വർണത്തിലും റെക്കോർഡ് മുന്നേറ്റം. പവന് 74,360 രൂപ. സംസ്ഥാനമൊട്ടാകെ കനത്ത മഴ. 17 വരെ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കണ്ണൂരിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോട്ടയത്ത് ഖനനത്തിന് നിരോധനം. നടുക്കം മാറാതെ രാജ്യം. അഹമ്മദാബാദ് വിമാന ദുരന്തം പക്ഷിയിടിച്ചതുമൂലമല്ല ഉണ്ടായതെന്ന് റിപ്പോർട്ട്. DGCAയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ന്യൂസ് 18 കിട്ടി. അമിത ഭാരമാണ് അപകട കാരണം എന്ന അഭ്യൂഹവും തള്ളുന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാവുക എന്നത് അസംഭവ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പ്രാഥമിക റിപ്പോർട്ട് തള്ളിക്കളയുന്നു. ഇതിനിടെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. ബ്ലാക്ക് ബോക്സ് ഡേറ്റ പരിശോധനയിലൂടെയാണ് വിമാനത്തിനെ ദുരന്തത്തിലേക്ക് നയിച്ച ശരിയായ കാരണങ്ങൾ കണ്ടെത്തുക. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അപകടം നടന്ന് ഏതാണ്ട് 1.5 ദിവസത്തോളം ആകുമ്പോൾ ഏറ്റവും പ്രധാനം DGCAയുടെ പ്രാഥമിക നിഗമനങ്ങളാണ്. ഇന്നലെ പറഞ്ഞു കേട്ടിരുന്ന കാരണങ്ങളൊന്നുമല്ല അതെന്ന് മനസ്സിലാവുന്നു. പിന്നെ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതിനാണ് ഈ ബ്ലാക്ക് ബോക്സ് പരിശോധന നിർണായകമാവുക. ഈ അന്വേഷണം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ശ്രീജ, ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് അപകട കാരണം എന്നത് അവ്യക്തമായി തുടരുകയാണ്. കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്നത് അമിതഭാരമല്ല, ഈ 2 എഞ്ചിനുകളാണുള്ളത്. ഈ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തിക്കാതാകുക എന്ന ഒരു അസാധാരണ സാഹചര്യം അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറ്റൊന്ന്, പക്ഷി ഇടിച്ചിട്ടില്ല. ഈ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, പൈലറ്റിൻ്റെ പിഴവാണോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധനയായിരിക്കും ഇതിൽ വളരെ
പ്രധാനപ്പെട്ട ഒന്നായി മാറുക. 15 ദിവസമെങ്കിലും ഒരുപക്ഷെ വേണ്ടിവരും. പരമാവധി 15 ദിവസമാണ് ഇതിലെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് അല്ലെങ്കിൽ പരിശോധന പൂർത്തിയാക്കുന്നതിന് വേണ്ടി വരിക. ഇതിലെ മരണം സംബന്ധിച്ചുള്ള ഒരു കണക്കും അതും കൂടുകയാണ്. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ 242 അതിൽ 241 പേർക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജുണ്ട്, അവിടുത്തെ ഹോസ്റ്റലുണ്ട്, ആ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ 294 എന്നൊരു ഔദ്യോഗിക സംഖ്യയാണ് മരണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. DNA പരിശോധനകൾ നടക്കുന്നുണ്ട്. 6 പേരുടെ മൃതദേഹം ഇതിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. DGCAയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു സുപ്രധാനമായ നടപടി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. എയർ ഇന്ത്യക്ക് ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി അത് ഇപ്പോൾ നടക്കുന്ന മെയിൻ്റനൻസിന് പുറമെ കൂടുതൽ അറ്റകുറ്റപ്പണി നടത്തണം. ഓരോ പറക്കലിന് മുൻപും അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി വിലയിരുത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DGCAയുടെ റീജിയണൽ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വേണം ഈ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതെന്ന കാര്യം കൂടി ഒരു നിർദ്ദേശമായി എയർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബോയിങ് ഡ്രീം ലൈനർ എന്ന വിമാനം 1189 വിമാനങ്ങളാണ് ഈ മോഡലിലുള്ളത് ലോകത്ത്. ഇതിൽ എയർ ഇന്ത്യക്ക് 27 വിമാനങ്ങളാണുള്ളത്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ചില വിവരങ്ങൾ അതിന് തൊട്ട് മുൻപുള്ള യാത്രയിൽ പോലും അതിലെ യാത്രക്കാർ പകർത്തിയ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ലൈറ്റോ പല ഈ TV അതിനകത്ത് തന്നെ യാത്രക്കാർക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൽ പലതും പ്രവർത്തിക്കാത്ത നിലയിലായിരുന്നു. അങ്ങനെ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തൊരു വിമാനമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 12 വർഷത്തെ പഴക്കമുള്ള വിമാനം, പക്ഷേ അറ്റകുറ്റപ്പണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നോ അത്തരം കാര്യങ്ങൾ എന്തായാലും അത്തരം വിശദമായ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ DGCA എയർ ഇന്ത്യക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മോഡലിലുള്ള എല്ലാ വിമാനങ്ങളിലും വളരെ വിശദമായ സുരക്ഷാ പരിശോധന ചെക്ക് ലിസ്റ്റ് തന്നെ നൽകിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് വരാം. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ആഘാതം ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിലയിരുത്തി. വിമാനം തകർന്ന വീണയിടം സന്ദർശിച്ച ശേഷം പരിക്കേറ്റവരെ അദ്ദേഹം ആശുപത്രിയിലെത്തി കണ്ടു. തുടർന്ന് ഉന്നതതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. രാവിലെ 8:30 അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 262 പേർ മരിച്ച ദുരന്ത ഭൂമിയിലേക്കാണ് ആദ്യമെത്തിയത്. വിമാനാപകടം നടന്ന സ്ഥലത്തെത്തിയ മോദി ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും മന്ത്രിമാരടക്കമുള്ളവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് പരുക്കേറ്റവരെ പ്രവേശിപ്പിച്ച സിവിൽ ആശുപത്രിയിലേക്ക്. അപകടത്തെ അതിജീവിച്ച ഏക വ്യക്തി വിശ്വാസ് കുമാർ രമേശിനെയും പ്രധാനമന്ത്രി കണ്ടു. ആശുപത്രിയിൽ കഴിയുന്ന വിശ്വാസ് കുമാറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിമാനം ഇടിച്ചുകയറിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ പരുക്കേറ്റ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കണ്ട് സംസാരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാനിയുടെ ഭാര്യ അഞ്ജലി ഇന്ന് അഹമ്മദാബാദിലെത്തി. അപകടം നടന്നയിടത്ത് ശാസ്ത്രീയ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. എയർ ഇന്ത്യ, DGCA ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഹമ്മദാബാദിലുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വിമാനങ്ങളിൽ ഒന്നാണ് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീണത്. കൃത്യമായ അപകട കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം കഴിയേണ്ടിവരും. വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന അപകടത്തിലേക്ക് നയിച്ച സാധ്യതകൾ എന്തൊക്കെ പരിശോധിക്കാം. വിമാന അപകടങ്ങളിൽ 50% സംഭവിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ്. 5% അപകടങ്ങൾ മാത്രമാണ് ടേക്ക് ഓഫിനിടെ ഉണ്ടാകുന്നത്. ഇതാവട്ടെ എഞ്ചിൻ തകരാറ്, പക്ഷിയുടെ ആക്രമണം, റൊട്ടേഷൻ സ്പീഡിലുള്ള തകരാറുകൾ എന്നിവ മൂലമാണ്. ഇവയിൽ എന്താണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്? ഇനിയുള്ള അന്വേഷണം ആ കാരണത്തിലേക്കാണ്. ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ആദ്യ സൂചനകൾ നൽകും. പറന്നിരുന്ന ഉയരം, വേഗത, എഞ്ചിൻ പ്രവർത്തനം എന്നിവയെല്ലാം ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലുണ്ടാവും. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരുടെ സംഭാഷണ വിവരങ്ങളടക്കവും ഉണ്ടാകും. വിമാന സുരക്ഷയും പറക്കലും സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് കൂടി വഴി തുറന്നിരിക്കുകയാണ് അഹമ്മദാബാദ് അപകടം. പൈലറ്റിനുണ്ടായ പിഴവ്, മോശം കാലാവസ്ഥ, എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ആശയവിനിമയത്തിലെ പിഴവ്, ഇത്തരം സാധ്യതകൾ അപകടത്തിന് ഇടവച്ചിരിക്കുക. പക്ഷി ഇടിച്ചത് മൂലമുണ്ടായ അപകടമെങ്കിൽ 2 എഞ്ചിനുകളും ഒന്നിച്ച് തകരാറിലാവാൻ സാധ്യതയില്ല. മാത്രമല്ല
പുറത്തുവന്ന അപകട ദൃശ്യങ്ങളിലൊന്നും ഈ സാധ്യതയ്ക്ക് സൂചനകളുമില്ല. മറ്റൊരു സാധ്യത വിമാനത്തിന്റെ ചിറകുകളിലുള്ള ഫ്ലാപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ സംഭവിച്ച പിഴവാണ്. ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പുകൾ നേരെയാക്കാൻ വിട്ടുപോയത് അപകടത്തിന് കാരണമായേക്കാം. നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇതാണ് പൈലറ്റ് അയച്ച സന്ദേശം. വിമാനത്തിന് ഉയരാനുള്ള ഊർജം കിട്ടാതെ പോയത് ഫ്ലാപ്പുകൾ തുറന്നിരുന്നത് കൊണ്ടാവും. മറ്റൊന്ന്, ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടുവെന്ന റിപ്പോർട്ടുകളാണ്. റാറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതിന്റെ സൂചനയാണിത്. അസാധാരണ സാഹചര്യങ്ങളിൽ വിമാനത്തിന് വൈദ്യുതി നൽകുന്ന സംവിധാനമാണിത്. റാറ്റ് പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. 676 അടി ഉയർന്നതിന് ശേഷവും ലാൻഡിംഗ് ഗിയറുകൾ പിൻവലിക്കാതെ പൈലറ്റ് കരുതൽ നടത്തിയത് ഒരുപക്ഷെ എവിടെയെങ്കിലും അടിയന്തര ലാൻഡിംഗ് വേണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാവാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെ പിരിച്ചുവിട്ടേക്കും. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ശുപാർശ നൽകി. ഹോസ്ദുർഗ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അധിക്ഷേപത്തെ തുടർന്ന് നേരത്തെയും ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ അശ്ലീല പരാമർശം. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായ പവിത്രനാണ് രഞ്ജിതയെയും കുടുംബത്തെയും അപമാനിച്ച് പോസ്റ്റിട്ടത്. ജാതീയ അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം. സംഭവം വിവാദമായതോടെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് മേടിച്ച് ആ ഫയലിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവ് ഇറങ്ങി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം പ്രവണതകളൊന്നും ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. സാധാരണ നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല, മനുഷ്യത്വമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല, ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? അത് ഞാൻ കണ്ടില്ല, എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായസംഹിത 153A വകുപ്പ് പ്രകാരം സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധയുണ്ടാക്കി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് കേസ്. ഇതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇദ്ദേഹം റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച്, അതുമാത്രമല്ല ജോയിൻറ്റ് കൗൺസിലുള്ള നേതാക്കന്മാർ നക്കി നായരാണ് എന്നൊക്കെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഒരു സംവിധാനമാണ്. ഈ സമുദായത്തെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുക. അതോടൊപ്പം സ്ത്രീകളെ, അതും ഇന്നലെ ഒരു വലിയൊരു ദുരന്തം നടന്ന് നാട് മുഴുവൻ വളരെ ദുഃഖാർത്ഥമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള, അതും ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. സംഭവം വിവാദമായതിന് പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി ഇയാൾ രംഗത്ത് വന്നു. അതേസമയം 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹമാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പശ്ചിമേഷ്യയെ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട് ഇറാനിലേക്ക് കനത്ത ആക്രമണം നടത്തി ഇസ്രയേൽ. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രവും മതസായുധ സൈന്യമായ IRGCയുടെ ആസ്ഥാനവും അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഇസ്രയേൽ ഇതിൽ ദുഃഖിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയി പറഞ്ഞതിന് പിന്നാലെ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്കും നൂറുകണക്കിന് ഡ്രോണുകൾ പാഞ്ഞു. അതിനിടെ ഇറാന് നേരെ ഭീഷണിയുമായി ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ. അഭിലാഷ്, വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ്. ഇറാൻ ഏറ്റവും വേദനിക്കുന്ന ആളുകളെയും കേന്ദ്രങ്ങളെയും ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇതിന് തുടക്കമിട്ടത് എന്നതാണ് ശ്രദ്ധേയം. മറുപടിയും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
ശ്രീജ, ഇന്നൊരു ദിവസം മാത്രം പശ്ചിമേഷ്യയിൽ 3 ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 3 മണിക്ക് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ പായുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരപ്രകാരം മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേലിൽ നിന്ന് വീണ്ടും ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ആക്രമണമുണ്ടായത് ഇറാനിലെ ഷിറാസ്, തബ്രീസ്, നാദൻസ് എന്നീ പ്രദേശങ്ങളിലേക്കാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഫോണുകൾ സംസാരിക്കുകയും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഫ്രാൻസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇറാനിൽ അവർ അണുവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ലോകം മൊത്തം തന്നെ അത് പേടിക്കേണ്ട കാര്യമാണ്. അവർ അണുവായുധം ഉണ്ടാക്കി അത് മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ തുനിഞ്ഞാൽ അത് വിനാശകരമായ ഒരു സംഭവത്തിലേക്കും ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ കടക്കാനുണ്ടെന്നുള്ള നിലപാട് ഫ്രാൻസ് സ്വീകരിക്കുന്നു. അതുപോലെ ജർമ്മനിയും ഇംഗ്ലണ്ടും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് ഒരു സമവായത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അതേസമയം തന്നെ തുർക്കി ഇറാന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹമാസും അതുപോലെ ഹൂതികളും ഇറാന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു വൻ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ എത്രയും വേഗം അവരുടെ അണുവായുധ നിർമ്മാണ കേന്ദ്രങ്ങൾ പൂട്ടി അണുവായുധങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്ന് സമ്മതിച്ച് രംഗത്തെത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ മാസങ്ങളായി 5 റൗണ്ട് ചർച്ചകളാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയത്. പക്ഷേ ഈ 5 റൗണ്ട് ചർച്ചയും ഒരിടത്തും എത്തിയില്ല. ഇനി 6ാമത്തെ റൗണ്ട് ചർച്ച ഈ വരുന്ന ഞായറാഴ്ച മസ്കറ്റിൽ നടത്താനിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ നടത്തിയ ഇന്നത്തെ ആക്രമണത്തിൽ അമേരിക്ക എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അമേരിക്കയുടെ സമ്മതത്തോടെ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ. ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതോടെ കുതിച്ചുയർന്ന അസംസ്കൃത എണ്ണവില. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 12% ഉയർന്ന് $77.77 വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില 12.6% ഉയർന്ന് ബാരലിന് $76.61 സ്വർണ്ണവിലയിലും റെക്കോർഡ് മുന്നേറ്റമാണ്. ഇന്ന് ഗ്രാമിന് ഒറ്റയടിക്ക് $195 ഉയർന്ന് 9,295 രൂപയായി. പവന് 1,560 രൂപ ഉയർന്ന് 74,360 രൂപയാണ് ഇന്നത്തെ വില. നിലമ്പൂരിൽ വിധിയെഴുത്ത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം UDF-ന്റേത് പൂർണ്ണ അവസരവാദ നിലപാടെന്ന് തെളിയിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണി ആരെതിർത്താലും അവരെ ഒപ്പം കൂട്ടാമെന്ന നിലപാടാണ് UDF-ന്. മാധ്യമം പത്രത്തിന്റെയോ അവരുടെ ചാനലിന്റെയോ ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങൾ പോയില്ല എന്നത് മുസ്ലിം ലീഗ് ഓർക്കണം. ഇപ്പോൾ എന്ത് മാറ്റമാണ് ജമാഅത്തേക്ക് ഉണ്ടായതെന്ന് ലീഗ് വ്യക്തമാക്കണം. M സ്വരാജ് ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PV അൻവറിനെ വഞ്ചകനെന്ന് ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും വിളിച്ചു. LDF-നെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാ സഹായം തേടാം. ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും, ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ്? ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ, സമൂഹത്തിന് ഗുണകരമാണോ? തങ്ങൾക്ക് തൽക്കാലം ലാഭം ഉണ്ടാക്കുക, അതുമാത്രം മതിയോ? CPM പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്നും ഓരോ വീട്ടിലെയും മതം നോക്കി വർഗീയത പറയുന്നുവെന്നും VD സതീശൻ. മുഖ്യമന്ത്രിയെ പോലെ വാക്കുമാറ്റി പറയുന്ന മറ്റൊരാളില്ല. UDF തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി എടുക്കുന്നതാണ്. മുഖ്യമന്ത്രി അതിൽ തോണ്ടാൻ വരേണ്ടെന്നും സതീശൻ പറഞ്ഞു. പച്ചയ്ക്ക് വർഗീയത പറയാണ് CPM. പച്ചയ്ക്ക് വർഗീയത. CPM കേഡറുകളോട്, സ്ക്വാഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനാണ്. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ, പണ്ട് കാലടി ഗോപിയുടെ കഥാപാത്രം പോലെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഏത് മതമാണ് എന്ന് കണ്ടിട്ട് അതനുസരിച്ച്
അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് CPM ഒരു കാലത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധപ്പതിക്കാത്ത തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയും. എല്ലാ വീട്ടിലും കേരളത്തിൽ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 17 വരെ വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മറ്റന്നാളാണ് റെഡ് അലർട്ട്. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയും പ്രവർത്തിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയത്തും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ജൂൺ 15 വരെ കോട്ടയത്തെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സിംഗപ്പൂർ കപ്പലിൽ നിന്ന് ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ജീവനക്കാരനെ കൊച്ചിയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. എണ്ണ ടാങ്കർ ഈഗിൾ വെറാക്രൂസിലെ ജീവനക്കാരനെയാണ് നാവികസേന മാറ്റിയത്. INS ഗരുഡയിലെ ഇന്ത്യൻ നാവികസേനയുടെ സീക്കിംഗ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രോഗിയെ ഒഴിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതിനായി INS ശാരദയും വഴിതിരിച്ചുവിട്ടു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം? ഇന്ന് വളരെ അടിയന്തര ഒരു സന്ദേശം ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കുകയായിരുന്നു. സിംഗപ്പൂർ പതാകയേന്തിയ ടാങ്കർ ഷിപ്പായ ഈഗിൾ വെറാക്രൂസിൽ നിന്നാണ് സന്ദേശം ലഭിച്ചത്. കാരണം ഒരു ജീവനക്കാരനെ കപ്പലിൽ നിന്ന് അടിയന്തരമായിട്ട് മെഡിക്കൽ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ ഇവാക്യുവേഷൻ ആണ് അവർ ആവശ്യപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് തന്നെ ഈ നേവി അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയും മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു. അതായത് കടലിലുള്ള INS ഗരുഡയിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്ററാണ് ഉടൻ ഇവിടേക്ക് ദൗത്യത്തിന് വേണ്ടി പുറപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായ കൃത്യങ്ങൾക്ക് വേണ്ടിയായിട്ട് INS ശാരദയും ഈ വഴിയിലേക്ക്, അതായത് വെറാക്രൂസ് എന്ന കപ്പൽ സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് ആ ഭാഗത്തേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. അവർക്ക് നേരിട്ട ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വലിയ മഴയാണ് പുറങ്ങളിലെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യുന്നത്. ശക്തമായ മഴ കാരണം ഇത് കൃത്യമായി ലാൻഡിംഗ് ചെയ്യുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നു. എന്നാൽ അത് സാഹസികമായിട്ട് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. രോഗിയെ കൃത്യമായിട്ട് തന്നെ ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിലേക്ക് എത്തിക്കുന്നതിനും അതിനുശേഷം തന്നെ INS ഗരുഡയിലേക്ക് ഹെലികോപ്റ്റർ എത്തുന്നു, തുടർ ചികിത്സ നൽകുന്നു. അതിനുശേഷം ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഒരു സമയത്ത് സാഹസികമായ ഒരു ദൗത്യം തന്നെയാണ് നാവികസേന ഏറ്റെടുക്കുകയും അത് പൂർത്തിയാക്കുകയും. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ഇടുക്കി പീരുമേടിന് സമീപം വനത്തിനുള്ളിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം. പീരുമേട് സ്വദേശി സീതയാണ് മരിച്ചത്. 54 വയസ്സാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. മൗണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളി അന്തോണിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്ക്. വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,650 രൂപ, പവന് 61,200 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോയ്ക്ക് 1,18,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. ദിലിന ചേരും.